RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കംബാക്ക്, ദി ഒറിജിനൽ കംബാക്ക്. അതാണ്. എന്താന്ന് പറഞ്ഞാല് കുറെ കംബാക്കുകളെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. കുറെ ദിവസമായിട്ട് ന്യൂസുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ റമോൺട്ടാഡയായിരുന്നു. റയൽ മഡ്രിഡ് സെക്കൻഡ് ലെഗിൽ ഫസ്റ്റ് ലെഗിൽ 3-0 ഇവരായിട്ട് തോറ്റതിന് ശേഷം, ആഴ്സണലായിട്ട് തോറ്റതിന് ശേഷം തിരിച്ചടിക്കുന്ന പറഞ്ഞിട്ട് അവര് അന്ന് മുതൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച കേട്ടോണ്ടിരുന്നു. റമോൺട്ടാഡ ആളുകളൊക്കെ ശരിക്കും റമോൺട്ടാഡ ശരിക്കും ഇത് അറിഞ്ഞത് എന്ന് പറഞ്ഞാല് ബാഴ്സലോണ PSG ആയിട്ട് 6-1 തിരിച്ചുവരവുണ്ടായിരുന്നു. ഫസ്റ്റ് ലെഗിൽ 4 ഗോളിന് തോറ്റിട്ട് അന്നാണ് ഈ റമോൺട്ടാഡ എന്നുള്ള വാക്ക് ശരിക്കും സ്പാനിഷിൽ കംബാക്ക് എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് ശരിക്കും പ്രചരിച്ചത്. പക്ഷെ അതിനുശേഷം ഇത്രയും പോപ്പുലർ ആയത് ഈ റയൽ മഡ്രിഡിന്റെ ഫസ്റ്റ് ലെഗിൽ 3-0 തോൽവിക്ക് ശേഷമാണ്. അപ്പോ ഇന്നലത്തെ കംബാക്കിനെ കുറിച്ച് റെയ്ഹാൻ എന്താ പറയുന്നത്? ഒരു മൈൻഡ് ബ്ലോയിങ് കംബാക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ലൂസിംഗ് ടിപ്പിൽ നിന്ന ടീം ലാസ്റ്റ് മിനിറ്റുകളിലൂടെ കംബാക്ക് അടിച്ചത്, അതാണ് ശരിക്കത്തെ റെമോൺട്ടാഡ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന അതാണ് ശരിക്കത്തെ റെമോൺട്ടാഡ ഈ ഇടയ്ക്കായിട്ട് കണ്ടിട്ടുള്ളത്. അത് ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാല് ആദ്യ ഫസ്റ്റ് ഗോൾ ഫെറാൻ ടോറസിലൂടെ ബാഴ്സലോണ 12 മിനിറ്റ് അടിക്കുന്നു. അതിനുശേഷം സെൽറ്റാ വിഗോ 3 ഗോൾ അടിക്കുന്നു. 3-1 പുറകിൽ നിന്ന് ശേഷം 4-3 വിജയിക്കുന്നു. ഇതൊക്കെയല്ലേ റിയൽ കംബാക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോ നമ്മള് ഈ സീസണിൽ നോക്കിയാൽ മതി, ബാഴ്സലോണയുടെ കംബാക്കുകൾ ഒരുപാടാണ്. ബാഴ്സ ഈ സീസണിൽ ഒരുപാട് കംബാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നിനക്ക് റെഹാൻ ഓർമ്മ വരുന്ന അതിന് കംബാക്ക്? എനിക്ക് ഒന്ന് എൽ ക്ലാസിക്കോ ആയിരുന്നു. ആ എൽ ക്ലാസിക്കോയില് എംബാപ്പെ ഒരു ഗോൾ അടിച്ച് തോറ്റ് നിൽക്കുമ്പോഴാണ് ബാർസ തിരിച്ച് 5 ഗോൾ അടിച്ചിട്ട് 5-2 കളി ജയിച്ചു. അത് അടിപൊളി ഇതായിരുന്നു. പിന്നെ അതിനുശേഷം ബെൻഫിക്കെതിരെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു റഫീനയുടെ അവസാനത്തെ ഒരു ഫെറാൻ ടോറസിന്റെ അസിസ്റ്റിലൂടെ റഫീനിയ എടുക്കുന്ന ഒരു ഗോളുണ്ട്. അതില് ഒരിക്കലും ബെൻഫിക്കൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല ബാഴ്സലോണ അന്നത്തെ കളി. ബാഴ്സ ആരാധകർ പ്രതീക്ഷയില്ല, അത്രയും സൂപ്പർ ആയിരുന്നു അന്നത്തെ കളി. ഓക്കെ, അപ്പൊ ഇന്നലത്തെ കളിയില് സെൽറ്റാ വിഗോയുടെ കളിയില് ബാഴ്സ ഫസ്റ്റ് ഹാഫ് ഒരു നിറം മങ്ങിയ കളിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാല് ഫെറാൻ ടോറസ് ഒരു ഗോൾ അടിച്ചത് വെച്ചാല് ബാക്കി എല്ലാ ഭാഗത്തു നിന്നിട്ടും ഒരു സൈലന്റ് ആയിരുന്നു. ഈ ചങ്ങായിമാർ ഇപ്പൊ എന്താ കാണിക്കുന്ന പറഞ്ഞാല് ഫസ്റ്റ് ഹാഫ് ഇറക്കുക, ഒരു ടീം ഇറക്കി വിടുക, അതിന് കുറെ ഗോളൊക്കെ വാങ്ങിക്കുക, സെക്കൻഡ് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ട് ആ ഗോളൊക്കെ തിരിച്ചടിക്കുക. അതാണ് ഇപ്പൊ ഈ ഒരു കളിയിൽ ഇപ്പൊ കുറച്ചായിട്ട് ബാഴ്സയുടെ കളിയിൽ കാണുന്നതാണ്. എനിക്ക് ഇതിന്റെ കാരണം എന്താന്ന് തോന്നുന്നു വെച്ചാല് ബാർസയ്ക്ക് കുറെ ഇമ്പോർട്ടന്റ് മാച്ചസ് ഇനി വരാൻ പോകുന്നുണ്ട്. അത് കാരണം ഈ റൊട്ടേഷനില് കിട്ടുന്ന ഡിഫീറ്റ്സോ കംബാക്ക്, പിന്നെ ലാസ്റ്റ് കളിയിൽ തന്നെ നോക്കിയാല് സെക്കൻഡ് ഹാഫിലാണ് ഒൽമോനെയും ലമീൻ യമാലിനെയും ഇറക്കിയത്. അതുവരെ ഒറ്റ ടീമും കൊണ്ടാണ്, സ്റ്റാർട്ടിംഗ് ലെവലും കൊണ്ടാണ് കളിച്ചത്. അതിലൂടെ കുറെ മിസ്റ്റേക്സ് പറ്റി. ആ 3 ഗോൾ 3 മിസ്റ്റേക്ക് ആയിരുന്നു. ഓഫ്സൈഡ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് കുറച്ച് ശ്രമിച്ചതിലാണ് അവരുടെ ചങ്ങായി 3 ഗോൾ ഹാട്രിക് അടിച്ചത്. ഇതേപോലെ കോമഡി ബൊറൂസിയ അടിച്ചിട്ടുണ്ട്, ഗുറാസി അടിച്ച ഹാട്രിക്. അതിനു മുമ്പ് ബെൻഫിക്കയില് ഒരു ഹാട്രിക് വന്നിട്ടുണ്ടായിരുന്നു ബെൻഫിക്കയില്. അപ്പൊ ഈ കംബാക്കുകളൊക്കെ വരുന്നത് ഹാട്രിക് ആണ് ഏത് ടീം അടിക്കുന്നത്. പക്ഷെ ഇന്നലെ ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ മനസ്സിലാൻ പറ്റും. 58-ാം മിനിറ്റിലാണ് ബാഴ്സയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്, ഓൽമോയും ലമീൻ യമാലും വരുന്നത്. 58-ാം മിനിറ്റ് ശേഷം 62-ാം മിനിറ്റിലാണ് ഒരു 3-ാം ഗോൾ അടിക്കുന്നത്. അതിനുശേഷം യമാലിന്റെ ഒരു അസിസ്റ്റ്, റഫീനയുടെ ഒരു അസിസ്റ്റ്, ഓൽമോയുടെ ഗോള്, റഫീനയുടെ പെനാൽറ്റി എന്താന്ന് പറഞ്ഞാല് ലാസ്റ്റ് 3 മിനിറ്റ് ഏകദേശം കളി കഴിയാനായി. എക്സ്ട്രാ ടൈമിൽ 8 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു പെനാൽറ്റി ഗോൾ കിട്ടിയത്, അല്ലെങ്കിൽ സമനില പിരിയേണ്ടതായിരുന്നു. പക്ഷെ വിലപ്പെട്ട 3 പോയിന്റ്, റയലായിട്ടുള്ള പോയിന്റ് വ്യത്യാസം മാറ്റി നിർത്താൻ ബാഴ്സ കിട്ടിയൊരു അവസരം ശരിക്കും മുതലാക്കി എന്ന് പറയാം. ഈ കളി കഴിഞ്ഞിട്ട് ഹൻസിപ്പിൾക്ക് വന്നിട്ട് റഫീനെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്തു. എന്താ അതിന് റീസൺ എന്ന് അറിയാൻ പറ്റും? എനിക്ക് പെനാൽറ്റി മാത്രമല്ല, അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ റഫീന ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ഡൗൺ ആയിട്ട്, നല്ല ഡൗൺ ആയിട്ട്. ആ ഒരു റഫീന ഇന്നലെ തിരിച്ചു വന്നു. ഇന്നലെ തിരിച്ചു വരാന്ന് പറഞ്ഞാൽ 2 ഗോള് 1 അസിസ്റ്റ്. അപ്പൊ ആ ഒരു തിരിച്ചു വരവ് എന്ന് പറഞ്ഞാൽ ബാഴ്സയ്ക്ക് ചെറുതൊന്നല്ല. ഇന്നലെ തന്നെ കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഇനിയിപ്പോ ആരും കാത്തിട്ടുണ്ട് ബാലൻഡിയർ റഫീനയ്ക്ക്. പക്ഷെ കളി ഇനിയുണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, കോപ്പ ഡെൽ റേ 26 ലാ ലീഗിൽ കപ്പടിക്കണം. മേജറായിട്ട് 2 ട്രോഫികൾ കിട്ടിയാൽ മാത്രമാണ് റഫീന. അതിന് പുറകിൽ ഇപ്പോ ഡെംബലെ കളിക്കുന്നത്, പാരീസ് കളിക്കുന്നുണ്ട്. ലീഗോൺ അടിച്ചു. ഇനി ബാലൻഡിയറിന് 3 ബാർസ നോമിനീസ് ആണ്. അതിപ്പോ അത് മാറിക്കൊണ്ടിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഇതുവരെയുള്ള കളി നോക്കിയിട്ടാണ്. അപ്പൊ ഇനി മാറാനും അതിങ്ങനെ സെമി ഫൈനലിൽ ജയിച്ചു കഴിഞ്ഞാൽ, സെമി ഫൈനലിൽ പുറത്തായി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റങ്ങൾ വരും.
കളി തുടങ്ങി 12-ാം മിനിറ്റിൽ തന്നെ ബാഴ്സലോണയുടെ ഫെറാൻ ടോറസ് അടിപൊളി ഒരു പെനാൽറ്റി ബോക്സിന്റെ പുറത്തു നിന്നിട്ടൊരു സൂപ്പർ ഗോള് നേടി. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ന് സെൽറ്റ വിഗോയ്ക്ക് ഇന്ന് ഗോളുകളുടെ പൊങ്കാലയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത നിമിഷത്തിൽ സെൽറ്റ വിഗോ 3 പ്രഹരങ്ങളാണ് ബാഴ്സലോണയ്ക്ക് ഏൽപ്പിച്ചത്. 3 ഗോള് അടിച്ചു. അതിനുശേഷമാണ് 58-ാം മിനിറ്റില് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഓൾമോയിനെയും ലെമിൻ യമാലിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം കളി തുടങ്ങി 12-ാം മിനിറ്റിൽ തന്നെ ഫെറാൻ ടോറസിലൂടെ ബാഴ്സ ഒരു ഗോൾ വീഴ്ത്തി. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ന് സെൽറ്റ വിഗോയ്ക്ക് നല്ല ഗോളുകൾ ബാഴ്സയുണ്ടാകുന്നത്. അത് അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് കളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് കളി സ്ലോ ഡൗൺ ആവുന്ന പറഞ്ഞാല് എല്ലാവരും യമാൻ ഉണ്ടായിരുന്നില്ല, ഓൾമോ ഉണ്ടായിരുന്നില്ല. അപ്പൊ കളി മൊത്തത്തിൽ ഡൗൺ ആയി. ആ ചാൻസില് സെൽറ്റ വിഗോ 3 ഗോളാണ് ബാഴ്സന്റെ പോസ്റ്റിൽ. അത് ഭയങ്കര പ്രഹരമായിരുന്നു. അപ്പൊ ഇന്നത്തെ കളി കത്തിക്കൽ കഴിഞ്ഞെന്ന് വിചാരിച്ചു. ആ സമയത്താണ് 58-ാം മിനിറ്റിൽ വന്നിട്ട് ഓൽമോനെയും യമാലിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂട്ടിൽ വന്ന ഇമ്പാക്ട് ഉണ്ട്. ഒരു 10-30 മിനിറ്റ്. ആ 30 മിനിറ്റിൽ 3 ഗോൾ തിരിച്ചടിച്ച് 4-3 വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആണെന്ന് വെച്ചാൽ ഇഗ്ലീഷ്യസ് ആണ്, സെൽറ്റ വിഗോയുടെ. ആ 3 ഗോൾ ബാർസക്കെതിരായിട്ട്, അതും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷസിന് പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷെ ബാർസന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് മിക്ക ഗോൾസും കയറിയത്. പക്ഷെ ഒരു ഹാട്രിക് കംപ്ലീറ്റ് ചെയ്തു. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇവര് ഓഫ്ലൈൻ ട്രാപ്പ് ഇതുണ്ടല്ലോ, അത് അവർ കറക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത്. ഇംഗ്ലീഷസ് പറയും ചങ്ങായി ഓഫ്ലൈന്റെ അപ്പുറത്താ പോയി നിൽക്കണത്. അവരുടെ ക്രോസിലുള്ള ഇപ്പോ ആസ്പെസ് ആയിക്കോട്ടെ, അവർക്ക് ക്രോസിലുള്ള ആൾക്ക് ബോൾ കിട്ടുന്ന സമയത്ത് തിരിച്ചു കയറിയിട്ട് ഇതാവുന്നു, ഓഫ് സൈഡ് ക്ലിയർ ചെയ്തിട്ട്. അങ്ങനെയാണ് 3 ഗോൾ. ഒന്ന് ഇനിഗോ മാറ്റിക്കൻസ് എടുക്കാൻ നോക്കിയിട്ട് ഹെഡർ അത് മിസ്സിലൂടെയാണ് അത് കിട്ടിയത്. അങ്ങനെ 3 ഗോൾ അവർ കിട്ടും. അതോടുകൂടി കത്തിക്കൽ കഴിഞ്ഞെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ ഇമ്പാക്ട് ഉണ്ടല്ലോ, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇമ്പാക്ട്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു പ്ലെയർ ഇറങ്ങിയ ഇങ്ങനെ ഇരിക്കണം, ഈ പ്ലെയർ ഇറങ്ങിയ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലമീനെ ഓൾമോ ഒരു ഗോൾ അടിച്ച് ഇറങ്ങിയപ്പോ തന്നെ ഒരു ഗോൾ അടിച്ച് ഒരു റെഡി നിന്ന എല്ലാരും. അപ്പോ ലമീൻ ഇറങ്ങി, ലമീന് കുറെ മനോഹരമായ അസിസ്റ്റും പിന്നെ എല്ലാ പാസും ഒക്കെ ചെയ്തു. അതില് എന്തായാലും യമാലിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും യമാല് വന്നു കഴിഞ്ഞാൽ അവരുടെ യമാലിന്റെ പ്ലസ് 2 പ്ലേയേഴ്സോ 3 പ്ലേയേഴ്സിന് ഫ്രീ ആണ് അവര്. അപ്പൊ ക്രോസ് ചെയ്താൽ കിട്ടും ഗോള്. പിന്നെ ഓൾമോനെ എടുത്തു പറയണം. ഓൾമോ ഇറങ്ങി വന്നിട്ട് തന്നെ അപ്പൊ തന്നെ കുറച്ച് കളിന്റെ മോശം പ്രതീക്ഷ ചെയ്തിട്ട് അപ്പൊ തന്നെ കളി ഇറങ്ങി അപ്പൊ തന്നെ ഗോളും അടിക്കുകയും ചെയ്തു. നല്ല നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരിറങ്ങിയപ്പോ തന്നെ റഫീനയുടെ കളി ഒന്നുകൂടെ മെച്ചപ്പെട്ടു. റഫീനയ്ക്ക് ആ അസിസ്റ്റ് കൊടുത്തത്, ആ ചങ്ങായി ഹെഡ് ചെയ്ത് ആ വണ്ടുള്ളാക്കിയത് വല്ലാത്തൊരു ഗോളായിരുന്നു. അത് സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല യമാന്റെ ആ ഒരു അസിസ്റ്റ് വന്നത്. ഇന്നലെ പക്ഷെ സ്റ്റാറ്റസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ സ്റ്റാറ്റസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബാഴ്സലോണ 18 ഷോട്ട് എടുത്തപ്പോൾ അതിൽ 6 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയത്. പക്ഷെ സെൽറ്റ വിഗോ 11 എടുത്തു, അതിൽ 8 ടാർഗറ്റിലേക്കാണ്. അത് സേവ് ഷെസ്നി ഇന്നലെ അതിമാരകമായ സേവാണ്. 3 ഗോൾ വാങ്ങിച്ചു. അതെന്താ പറഞ്ഞാല് ഗോളിയും അവരുടെ ഫോർവേഡ് മാത്രമുള്ളൊരു കളിയായിരുന്നു. അതിൽ വേറെ ഗോളിയൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷെസ്നി. പിന്നെ ഒരു മിസ്റ്റേക്ക് കുബ്രാസി ആയിരുന്നു. കുബ്രാസിയും ഷെസ്നി രണ്ടുപേരും കൂട്ടി വന്ന്, അപ്പോ ഷെസ്നി വിചാരിച്ച് കുബ്രാസി എടുക്കും, കുബ്രാസി വിചാരിച്ച് ഷെസ്നി എടുക്കണം. ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം ഗോൾ വന്നു. അതേപോലെ പാസിംഗ് അക്യുറസി ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി ബാർസ 72 ഉണ്ട്, പാസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാല് മൊത്തത്തിലൊരു ഡൗൺ ആയിരുന്നു കളി. ഇപ്പൊ നമ്മുടെ ലെവൻഡോസ്കി ആണെങ്കിലും അതേപോലെ ജെറാർഡ് മാർട്ടിൻ ഒക്കെ ഭയങ്കര അത്ര ഇല്ല. കാരണം ബാൾഡി കൊണ്ടുപോണ്ട് ബാൾഡി, പക്ഷെ ബോൾ എടുക്കാൻ അടിപൊളിയാണ്. ഡിഫൻസ് ഓക്കെയാണ്, പക്ഷെ ഒരു ബോൾ നേരെ ക്രോസ് കൊടുക്കാനോ ചങ്ങനെ കൊണ്ട് അതാണ്. ഇപ്പുറത്ത് റഫീന മാത്രം ഫുള്ള് വർക്ക് ചെയ്ത റഫീനെ കൊണ്ട് പറ്റില്ല. ഇപ്പുറത്ത് റഫീനയും ബാൾഡി ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ബാൾഡി പിന്നെ ഈ ഇപ്പുറത്തെ പെനാൽറ്റി, ബാർസന്റെ പെനാൽറ്റി ബോക്സിൽ നിന്ന് അവരുടെ പെനാൽറ്റി ബോക്സിൽ വെറും നിമിഷങ്ങളോട് കയറും. അതാണ് ബാൾഡിയുടെ എബിലിറ്റി. പിന്നെ ഹൈറ്റ് ആണ് പ്രശ്നം. അതേപോലെ ഈ കളിയിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെഡ്രി കുറച്ചൊന്നും ഡൗൺ ആയിട്ടുണ്ട്. പെഡ്രിന്റെ കാലിലൊക്കെ ബോൾ പോകുന്നത് അപൂർവങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നലെ പെഡ്രിന്റെ കാലിലൊക്കെ ബോള് അവർ എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു. കുറച്ച് ഡൗൺ ആയിരുന്നു. എന്താ പറയുക, ഈ ഷെഡ്യൂൾ ആയതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു. പക്ഷെ ഇന്നലത്തെ പെഡ്രിന്റെ കളി മോശമാകുമ്പോൾ തന്നെ കളി ഒന്ന് ഡൗൺ ആയിട്ടായിരുന്നു. ഡിജോൺ അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ബാക്കി പ്ലേയേഴ്സ് എനിക്ക് ലെവൻഡോസ്കി ഒരു ഡൗൺ ആണ്. ലെവൻഡോസ്കിക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിരുന്നു.
ആൾക്ക് ഇന്നലെ പരിക്കുണ്ട്. ഇനിയിപ്പോ പരിക്കിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല. ഇനിയിപ്പോ കോപ്പ ഡെൽ റേയിൽ മിസ്സാവെന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ഫസ്റ്റിലേക്ക് മിസ്സാവെന്ന് പറയുന്നുണ്ട്. 3 വീക്കാണ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെയാണ് ന്യൂസ് എഴുതുന്നത്. അതിന്റെ ഇനി കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയില്ല. അതേപോലെ റഫീനിയ നേരത്തെ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. റഫീനിയന്റെ ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഈ ജെറാർഡ് മാർട്ടിൻ ഈ ചങ്ങായിക്ക് പകരം ഒരു പ്ലെയറിന് എന്തായാലും ഭാഷപ്പെട്ടെന്ന് കണ്ടുപിടിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ ഓവർലോഡാണ് റഫീനിക്ക് വരുന്നത്. അപ്പൊ എന്തൊക്കെ ആയാലും ഇന്നലെ 3 പോയിന്റ് റയലായിട്ടുള്ള ഇത് ചെയ്യേണ്ടി വന്നു. അത് നന്നായിട്ട് അവർ ചെയ്തു. 3 പോയിന്റ് കരസ്ഥമാക്കി ലാ ലീഗിൽ കിരീടത്തോടുകൂടി ഒരിക്കൽ കൂടി അടുത്തിരിക്കുകയാണ്. അപ്പോ ബാഴ്സലോണ കിരീടത്തോട് ഏകദേശം അടുത്തല്ലോ. കാരണം റിസീവിങ് ഇപ്പോ കോമ്പറ്റീഷനിൽ റയൽ കുറച്ച് പോയിന്റുകൾ പുറകിലാണ് ഇപ്പോ. പിന്നെ അതിന്റെയും പുറകിൽ അത്ലറ്റിക് ഉണ്ട്. കാരണം ഇതില് ട്രബിൾ അടിക്കാനുള്ള മോസ്റ്റ് ചാൻസ് ബാർസയ്ക്കാണ്. നല്ല പോയിന്റ്. അത് ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചാല് ബാഴ്സയ്ക്ക് ഇനി ഒരു 9 മത്സരങ്ങൾ മൊത്തം ഉള്ളത്. ആ 9 മത്സരങ്ങൾ ജയിച്ചാല് ബാഴ്സയ്ക്ക് ഒരു ട്രിപ്പിൾ അടിക്കാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. Thank you.